ഇന്നലെ ഒരാളിന് സംഭവിച്ചത് കേട്ടാൽ നിങ്ങൾ പേടിക്കും. അവൻ എന്നോട് പറഞ്ഞത് ഞാൻ ഫോൺ യൂസ് ചെയ്യാത്ത സമയത്തും എന്റെ ക്യാമറ ആക്റ്റീവ് ആയിരുന്നു എന്ന്. ശരിക്കും ഇത് അവന് മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നിങ്ങളുടെ ഫോണിൽ നടക്കുന്നുണ്ടോ എന്ന്. ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആർക്കും നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ വഴി നിങ്ങളെ സ്പ്രേ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സിമ്പിൾ സെറ്റിംഗ്സ് മാറ്റി എങ്ങനെ 100% സേഫ് ആക്കാം എന്നുള്ളതാണ്. ഈ സെറ്റിംഗ്സ് നിങ്ങൾ ഇപ്പോൾ തന്നെ മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവസി സീരിയസ് റിസ്ക് ആകാം. സെറ്റിംഗ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ ഇമ്പോർട്ടന്റ് സെറ്റിംഗ്സ് ഏതാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഹിഡൻ പെർമിഷൻ ആണ്. അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോൺ എടുത്ത് നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. പിന്നീട് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇതിൽ നിങ്ങൾ ക്യാമറ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ക്യാമറ ആപ്പ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ മുകളിൽ സെർച്ച് ബാറിൽ ക്യാമറ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ശേഷം ക്യാമറ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ പെർമിഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഈ ഇന്റർഫേസിൽ എത്തിക്കഴിഞ്ഞാൽ പലരും ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ മെയിൻ ട്രിക്ക് ഇവിടെയല്ല. ഇതിന്റെ മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ഓൾ പെർമിഷൻ ഓപ്പൺ ചെയ്യുക. പിന്നീട് സ്ക്രോൾ ചെയ്താൽ നിങ്ങളുടെ ക്യാമറയ്ക്കുള്ള എല്ലാ ആക്സസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങളുടെ ക്യാമറയ്ക്ക് നെറ്റ്വർക്ക് ആക്സസ് ഉണ്ട്. അതായത് വളരെ പെട്ടെന്ന് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്ത് ഇന്റർനെറ്റിലേക്ക് അയക്കാൻ കഴിയും. നോട്ടിഫിക്കേഷൻ പോലും വരില്ല. ഇത് ഓഫ് ചെയ്യാൻ നിങ്ങൾ ബാക്ക് പോവുക. ബാക്ക് പോയതിനു ശേഷം ക്യാമറയുടെ ആപ്പ് ഇൻഫോയിലേക്ക് വരിക. ശേഷം സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴേക്ക് പോയി മോഡിഫൈ സിസ്റ്റം സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഈ സെറ്റിംഗ്സ് ഡിഫോൾട്ടായി ഓപ്പൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഇത് ഇവിടെ നിന്ന് ഓഫ് ചെയ്യുക. ഇത് ചെയ്താൽ ക്യാമറ നോർമലായി വർക്ക് ചെയ്യും. ബാക്ക്ഗ്രൗണ്ടിൽ ഓൺ ആകാനും പറ്റില്ല. ശേഷം നിങ്ങൾ ബാക്ക് പോവുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് സെറ്റിംഗ്സ് നോക്കാം. നിങ്ങളുടെ ക്യാമറ ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ യൂസ് ചെയ്യാത്തപ്പോൾ അതിന് റൺ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇത് പ്രൈവസിക്കും ബാറ്ററിക്കും ഒരുപോലെ നഷ്ടമാണ്. ഇത് ഫിക്സ് ചെയ്യാൻ നിങ്ങൾ ഇതിൽ നിന്ന് കുറച്ച് താഴെ സ്ക്രോൾ ചെയ്ത് ബാറ്ററി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനായ റെസ്ട്രിക്റ്റഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതോടെ ബാക്ക്ഗ്രൗണ്ടിൽ ക്യാമറയുടെ ആക്ടിവിറ്റി സ്റ്റോപ്പ് ആകും. ബാറ്ററി സേവ് ആവുകയും സ്പ്രേയിങ് ചാൻസ് കുറയുകയും ചെയ്യും. ശേഷം നിങ്ങൾ ബാക്ക് പോയി സെറ്റിംഗ്സിന്റെ ഹോം പേജിലേക്ക് വരിക. ഇനിയാണ് ഏറ്റവും ഡേഞ്ചറസ് ഭാഗം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്സ് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, മെസ്സഞ്ചർ ഇവയ്ക്ക് എല്ലാം ക്യാമറ ആക്സസ് ഉണ്ട്. നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോഴും ഇവ ക്യാമറ ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇത് ചെക്ക് ചെയ്യാൻ സെറ്റിംഗ്സിൻ്റെ ഹോം പേജിലേക്ക് വന്നതിന് ശേഷം സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾ പ്രൈവസി ഓപ്പൺ ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ പ്രൈവസി ഡാഷ്ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ശേഷം ഇതിന്റെ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഷോ 7 ഡേയ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്യാമറ ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഈ 7 ദിവസത്തിനുള്ളിൽ ഏത് ആപ്പ് നിങ്ങളുടെ ക്യാമറ യൂസ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് സംശയപരമായ എന്തെങ്കിലും ആപ്പുകൾ കാണുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പെർമിഷൻ റിമൂവ് ചെയ്യുക. അതിനായി ഏത് ആപ്പാണോ ആ ആപ്പിന്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ ക്യാമറ ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പിന്നീട് നിങ്ങൾ ഡോണ്ട് അലൗ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ ബാക്ക് പോവുക. ബാക്ക് വന്ന് സെറ്റിംഗ്സിന്റെ ഹോം പേജിലേക്ക് വന്നതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫൈനൽ സ്റ്റെപ്പാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിനായി നിങ്ങൾ പെർമിഷൻ മാനേജർ ഓപ്പൺ ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ ക്യാമറ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്പുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നിന്ന് ഓരോരോ ആപ്പുകളും ഓപ്പൺ ചെയ്തതിന് ശേഷം ആസ്ക് എവറി ടൈം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി ആരെങ്കിലും ക്യാമറ ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്താൽ ആദ്യം നിങ്ങളോട് ചോദിക്കും. സത്യം പറഞ്ഞാൽ ഫോൺ കമ്പനിക്കും ആപ്പിനും നിങ്ങളുടെ ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കെയർലെസ് ആണെങ്കിൽ അവർ സൈലന്റായി എല്ലാം ആക്സസ് ചെയ്യും. പക്ഷേ കൺട്രോൾ നിങ്ങളുടെ കയ്യിലായാൽ ഒന്നും സംഭവിക്കില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് അടിക്കൂ, കമന്റ് ചെയ്യൂ. ഏത് സെറ്റിംഗ്സ് ആണ് നിങ്ങൾക്ക് ഷോക്കായത്? ഈ വീഡിയോ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യൂ. കാരണം ഇത് എല്ലാവരും അറിയേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.